പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തകൾ ഇസ്രായേൽ വിവിധ രാജ്യങ്ങളിൽ, ലെബനൻ അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതായിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടിരുന്നു. നേരത്തെ ഗാസയിൽ ഏതാണ്ട് പൂർണ്ണമായും ഗാസയെ തകർത്തുകൊണ്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ ആക്രമിച്ച് ഇറാൻ എന്ന വാർത്തകളാണ് ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നത്. ഏതാണ്ട് 200ഓളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. അതും ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട ആക്രമണമാണ്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഈ മിസൈലുകളെ പൂർണ്ണമായും പ്രതിരോധിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അത്രത്തോളം മികച്ചതായതുകൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റീസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. 200ഓളം മിസൈലുകൾ തങ്ങൾ തൊടുത്തു എന്ന കാര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നത്. ജോർദാനിലെ നഗരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. ഇതാണ് ഇന്നലെ പുറത്തു വന്ന ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. Okay, guys, we got to get off the roof. These are coming down right next to us here. المطار دخل المطار انت تشوف المسافه قريبه ده مطار دخل يا ولد ده مطار ده مطار دخل ده المطار ده يمنع عن تحرك 200 المطار. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ വിമാനത്താവളങ്ങൾ അടച്ചു. ജോർദാനിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചിരുന്നു. നേരത്തെ നമുക്കറിയാം ഇസ്രായേലിലെ US എംബസി ജീവനക്കാർക്ക് അമേരിക്കയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു, സുരക്ഷിതമായി ബങ്കറുകളിലേക്ക് മാറണമെന്ന്. ഇന്ത്യക്കാർക്കും സമാനമായ നിർദ്ദേശമുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നുമാണ്. ഇന്ത്യക്കാർക്ക് ഒരുപാട് മലയാളികളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണം. പക്ഷേ ആർക്കും പരിക്കേൽക്കുകയോ മരണമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ദേശീയ സുരക്ഷാ കൗൺസിലുമായി വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നു. ഇസ്രായേലിനെ സഹായിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇതിനിടയിലാണ് ടെൽ അവീവിൽ അക്രമികൾ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു എന്ന വാർത്തയും പുറത്തുവന്നത്. സംഭവത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവന്നത്. 4 ആക്രമികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇത് ഭീകരാക്രമണമാണെന്ന് പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയുണ്ടായി. المطار ده يمنع عن تحرك 200 المطار. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 200ഓളം മിസൈലുകളാണ് തുടർച്ചയായി ഇറാൻ ഇസ്രായേലിലേക്ക് വർഷിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന ഏറെ വിനാശകരമായ മിസൈലുകളായിരുന്നു അത്. പക്ഷേ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം കാര്യമായി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ അത് പൂർണ്ണമായും പ്രതിരോധിക്കുകയായിരുന്നു. നേരത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു പൂർണ്ണമായും ബങ്കറുകളിലേക്ക് മാറണം എന്നതിന്. അതിനാൽ തന്നെ നാശനഷ്ടങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ തോതിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും യുദ്ധം ആസന്നമാണ്. കാരണം കരയുദ്ധം ലെബനിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ മുന്നറിയിപ്പുണ്ട്. ഇറാന് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. തിക്തഫലങ്ങൾ ഉണ്ടാകും, എത്രയും പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആർ കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ,
കിരൺ അല്പസമയത്തിനകം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇറാന് നേരെ നമുക്കറിയാം, നേരത്തെ ഗാസയിൽ എങ്ങനെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയത് എന്നുള്ളത്. പിന്നീട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാരെയൊക്കെ ഇസ്രായേൽ വധിക്കുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ലബനനിൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. കരയുദ്ധം തുടങ്ങിയാൽ പിന്നെ സർവനാശമായിരിക്കും ഫലം. നമുക്കറിയാം, അത്രത്തോളം വിനാശകരമായ ആയുധങ്ങളും യുദ്ധമുറകളുമാണ് ഇസ്രായേൽ എപ്പോഴും തങ്ങളുടെ ശത്രുക്കളെ തകർക്കാനായി ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാന് ഈ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ. അത്തരത്തിൽ ഇറാൻ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇറാനെ കൂടി തിരിച്ചടിക്കാനായി ഇസ്രായേൽ ഒരുങ്ങുകയാണ്. അതിന് അമേരിക്കയുടെ സഹായമുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ വരുന്ന പുതിയ വിവരമനുസരിച്ച് അമേരിക്ക ഇതിനകം തന്നെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഇസ്രായേലിനായി ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇറാനിലേക്ക് ചില തരത്തിലുള്ള ഹമാസ് ഹിസ്ബുള്ള മേധാവികളുടെ വധത്തിന് പകരമാണ് ഇത് എങ്കിൽ പോലും ഇസ്രായേലിലേക്ക് ഡസനോളം ഇന്റർസെപ്റ്ററുകൾ തൊടുത്തതായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലിൽ നിന്ന് 1 ഡസനോളം ഇന്റർസെപ്റ്ററുകൾ തൊടുത്തതായി പെന്റഗൺ അറിയിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണത്തിന്റെ തിക്തഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരണ്, യുദ്ധം ഏതാണ്ട് അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറുകയാണ് എന്ന് മനസ്സിലാകുന്നു. ഇതുവരെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് എങ്കിൽ ഇസ്രായേലിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ടെല്ലവീവിലും ജോർദാനിലും മറ്റും മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. പക്ഷേ കാഷ്വാലിറ്റീസ് സംഭവിച്ചിട്ടില്ല. പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളാണ് നിർണായകം, അല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ്. പശ്ചിമേഷ്യ കഴിഞ്ഞ കുറേ കാലമായി അശാന്തമായി നിൽക്കുകയാണ്. ഹമാസുമായിട്ടുള്ള യുദ്ധമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളിലേക്കും, അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇറാൻ ഇന്നലെ തിരിച്ചടിച്ചിരിക്കുന്നു. ഇതുവരെയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നായിരുന്നു അത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടായെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. അത് അപ്രതീക്ഷിതമായ ആക്രമണം. പക്ഷേ നേരത്തെ തന്നെ ഇറാൻ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത്. പ്രധാനമായും ഹിസ്ബുള്ള കമാൻഡർ നസറുള്ളയുടെ വധവും അതോടൊപ്പം തന്നെ ഇറാൻ സൈനിക കമാൻഡറുടെ വധവും ഇറാനെ സ്വാഭാവികമായും ചൊടിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥയിൽ തന്നെയാണ് അത്തരമൊരു തിരിച്ചടി ഉണ്ടായത്. എന്നാൽ ഈ തിരിച്ചടി കൊണ്ട് വലിയ തോതിൽ ഇവരുടെ മിസൈൽ സംവിധാനത്തെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഏകദേശം ആകെ വന്ന മിസൈലുകൾ 90% മിസൈലുകളും അവരുടെ അയൺഡോം സംവിധാനത്തിലൂടെ തകർക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ മറിച്ച് ഇറാൻ അവകാശപ്പെടുന്നത് അങ്ങനെയല്ല. 90% മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ പതിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇന്നലെ ഇസ്രായേൽ വെടിവെപ്പുണ്ടായത്. ഇസ്രായേലിലെ വെടിവെപ്പിൽ 8 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 അക്രമികളെ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെയും ഒരു ആക്രമണമുണ്ട്. ഇതിന്റെ എല്ലാം ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അടക്കം അറിയിച്ചിട്ടുണ്ട്. ഡാനിയൽ ഹഗോരി പറഞ്ഞത് അതിശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതം ഇറാൻ നേരിടേണ്ടി വരും, അതിന് തയ്യാറായിക്കോളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാ വിദേശ പൗരന്മാരടക്കം ഇന്ത്യക്കാരടക്കം എല്ലാ പൗരന്മാർക്കും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തേക്കിറങ്ങരുത്, അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ബോംബാക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിൽ മരണം ഇതുവരെയും ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിരവധി പേർക്ക് പരിക്കും കെട്ടിടങ്ങൾക്കടക്കം അപകടത്തിലായ അവസ്ഥയടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ അതിശക്തമായ ഒരു യുദ്ധ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ കൂടുതൽ അശാന്തമാകുന്നു എന്നുള്ള ചിത്രം തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ പോലൊരു രാജ്യത്തിനെതിരെ തിരിച്ച് പ്രത്യാക്രമണത്തിന് ഇറാൻ തയ്യാറായെങ്കിൽ അവർ കൂടുതൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു മറ്റ് ഹിസ്ബുള്ള അടക്കമുള്ള ഇവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തൽക്കാലം ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ
ആക്രമണം തുടരുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇറാനും അത്തരത്തിലേക്കുള്ള ഒരു പ്രത്യാക്രമണവുമായി ഇറാനും രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളടക്കം ഇത്തരം ഈ യുദ്ധത്തിലേക്ക് പങ്കുചേരാനുള്ള സാധ്യതയും കൂടുതലാണ്. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങൾ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക്, ഇറാനും ഇസ്രയേലും ഗസയും മാത്രമല്ല ലെബനനടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ലെബനിൽ നിന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളാണ് സിറിയയിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 7 ശേഷം സിറിയയിലേക്ക് പോയതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. അത്രത്തോളം ആളുകൾ രാജ്യത്ത് ഇത്തരം ഒരു വലിയ യുദ്ധത്തിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം നീങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. വലിയ തോതിൽ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ സമീപത്തെ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത്. ജീവനും സ്വത്തിനും അടക്കം അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് കടക്കുന്നത്. എന്തായാലും കടുത്ത ഒരു അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ഇതാണ് സാഹചര്യം. ഏതായാലും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇറാനിലേക്ക് ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ പിന്തുണ പൂർണ്ണമായും ഇസ്രായേലിന് ലഭിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതായാലും യുദ്ധം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറിയാൽ എത്രത്തോളം അശാന്തിയാകും ഈ പശ്ചിമേഷ്യയിൽ സംഭവിക്കുക എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുകൂടി ചേർത്ത് വെക്കണം. ഇന്നലെ 200ഓളം മിസൈലുകൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ വലിയ ഒരു നാശനഷ്ടത്തിൽ ഇസ്രായേൽ രക്ഷപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കണം. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് മിസൈലുകളെ പ്രതിരോധിച്ചു എങ്കിൽ പോലും എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പുറം ലോകത്തിന് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കിരൺ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അവിടെ തന്നെയാണ് അപ്പോൾ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം നിർത്തണം എന്നും തങ്ങൾ തിരിച്ചടിക്കും എന്നും. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ലോകക്രമത്തിലുണ്ടാക്കുന്ന നിരവധിയായ മാറ്റങ്ങൾ കൂടിയുണ്ട്. അമേരിക്ക പൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്രായേലിനൊപ്പമുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇറാന്റെ ബാലിസ്റ്റിക് ആക്രമണത്തെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ തേടിയാണ് ഇസ്രായേലിന്റെ നീക്കമെന്നത് ശ്രദ്ധേയമാണ്.